താങ്ക് യു. താങ്ക് യു ബിജി സനിൽ മാം. താങ്ക് യു. നല്ലൊരു വെൽക്കം. സൗണ്ട് പോയിരിക്കുകയാണ്. S5-ലാണ് പിടിച്ചു നിൽക്കുന്നത്. അപ്പോ ഇന്നിപ്പോ നമ്മൾ 2-3 ദിവസമായിട്ട് ആരും പറയാത്ത കുറച്ച് കഥകൾ പറയുകയാണ്. പക്ഷെ ഈ കഥകളിലെല്ലാം നമ്മൾ കാണുന്നത്, ഓരോ പ്രോഡക്റ്റിലും കാണുന്നത് വലിയൊരു നന്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ട് കഴിഞ്ഞിട്ട് RCM ഒരു നന്മയെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും, ഉള്ളിൽ നിന്ന് വരും. ഒരു പ്രോഡക്റ്റിനെ പഠിച്ചാൽ മതി. RCMന്റെ ഒരൊറ്റ പ്രോഡക്റ്റ് പഠിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറയും RCM ഒരു നന്മയാണ്. അപ്പോ കുറെ സീരിയസ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കണ്ടു. ഇനി നമുക്ക് ഇന്റർവെല്ലാന്ന് പറയാം, അല്ലെ? നമ്മള് 2 പീരീഡ് കഴിയുമ്പോൾ ഒരു ഇന്റർവെല് കിട്ടുമല്ലോ. ആ ഇന്റർവെല്ലിന്റെ ഒരു ലാഘവത്തോടെ എടുക്കുക. പക്ഷെ പ്രോഡക്റ്റുകളുടെ മേന്മ നമുക്കൊന്ന് കണ്ടറിയാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പ്രസന്റേഷൻ കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ഞാനൊരു പ്രസന്റേഷനിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇന്റർവെല്ലിന് കുടിക്കാൻ വന്ന, പണ്ട് ഏത് സ്കൂളിന്റെ പുറത്തു പോയാലും ഒരു ഐസ്ക്രീംകാരൻ ഉണ്ടാകും, അല്ലെ ഒരു മുട്ടായിക്കാരൻ. ഇന്നത്തെ സ്കൂളിലെ പിള്ളേർക്കൊന്നും അത് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മള് 3 ദിവസമായിട്ട്, ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും മനോഹരമായ കുറേയധികം പ്രോഡക്റ്റുകൾ. ഓരോ പ്രോഡക്റ്റിനെ പറ്റി നമ്മൾ കേട്ടു. തുടക്കത്തിൽ നമ്മൾ കഴിക്കാനുള്ള സാധനങ്ങൾ കണ്ടു. ധന്യ മാഡവും വീണ മാഡവും ഷോളി മാഡവും ഒക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് പ്രോഡക്റ്റ് അവതരിപ്പിച്ചു. ഇന്നലെ നമ്മള് കുളിക്കാനും നനയ്ക്കാനുമുള്ള കുറെ സാധനങ്ങൾ കണ്ടു. ഇന്ന് നമ്മളിതാ വീണ്ടും വേറെ കുറെ സാധനങ്ങൾ കൂടെ. അപ്പം ഇത് തന്നെയല്ലേ നമ്മൾ കണ്ടേ. നമ്മൾ 1ാമത്തെ ദിവസം കഴിച്ചു, പിന്നെ കുളിച്ചു നനച്ചു, ഇന്ന് ഇതാ കുറിച്ചു. ഇനി എന്നാ വേണ്ടേ? ഇനി അല്പം വെള്ളം കുടിക്കണം, അല്ല അല്പം കളറുള്ള വെള്ളമായാലോ? കളറുള്ള വെള്ളത്തിന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ കളറുകൾ ഇനിയാണ് കാണാൻ പോകുന്നത്. ഇനിയാണ് RCMന്റെ കളറുള്ള അടിപൊളി സാധനങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെയെന്ന് നോക്കാം. ഇനിയാണ് നമ്മളൊന്ന് ഫ്രഷ് ആകണം. കാരണം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 3ാമത്തെ ദിവസമാണ്. നമ്മുടെ തലയിലോട്ട് കുറെ കാര്യങ്ങൾ കയറി. ഇതൊന്നും പോകാതിരിക്കാനും ഇനി വരുന്ന ദിവസങ്ങളിലെ കാര്യങ്ങൾ മനോഹരമായിട്ട് നമ്മുടെ തലയിലോട്ട് ചോറിലോട്ട് കയറ്റാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെഷൻ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഇതാ വരുന്നു. ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ഒന്ന് കൂളാക്കാം. ഈ ചൂടുള്ള സമയത്ത് ഈ ഒരു മനോഹരമായ പ്രോഡക്റ്റ്, ഇതിന്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. ഇത് കുടിച്ചവർക്കറിയാം. കുടിച്ച ആ ഉടനെ ആ ഇൻസ്റ്റന്റ് എനർജിയാണ്. ഇൻസ്റ്റന്റ് എനർജി തരുന്ന ഒരു മനോഹരമായ പ്രോഡക്റ്റ്. ഇതിനെ നമ്മൾ കസറപ്പ് എന്നാണ് വിളിക്കുക. ശരിക്കും ഇത് കസറപ്പാണ്. ഇതിന്റെ കണ്ടന്റ് നോക്കൂ. കസ് ആൻഡ് മിന്റ് എന്നാണ്. ശരിക്കും ഇത് കസ് എന്നല്ല പറയാ, ഇത് കിസ് എന്നാണ് പറയാ. പക്ഷെ നമ്മൾ കസ് പറഞ്ഞ് പോയി, അതുകൊണ്ട്. പക്ഷെ ഇതിന് ശരിക്കുള്ള പ്രൊണൗൺസിയേഷൻ കുസ് എന്നാണ്. കുസർപ്പ്. വടക്കേ ഇന്ത്യയിലൊക്കെ ഇത് അവൈലബിൾ ആണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാല് കൂളിങ്ങിനാണ്. നമ്മുടെ പുറമേ തണുപ്പിക്കാൻ നമുക്ക് ഫാനും AC ഒക്കെ പറ്റും. പക്ഷെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് ഒരു തണുപ്പ് ചെല്ലണമെങ്കിൽ, ശരീരത്തെ കൂളാക്കുന്ന എന്തെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തേ പറ്റും. കുസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ രാമച്ചം. രാമച്ചത്തിന്റെ വേരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കുസിന്റെ നമ്മുടെ എക്സ്ട്രാക്ട് എടുക്കുന്നത്. ഇത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്നതാണ്. വെള്ളം തിളപ്പിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷെ ഇതിന്റെ കണ്ടന്റ് ഗുണം വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ചൂടിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓവറായിട്ട് ചൂടിനെ പെട്ടെന്ന് തണുപ്പിക്കാൻ പറ്റിയിട്ട് ഏറ്റവും നല്ലതാണ്. ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വേനൽക്കാലത്ത് ശരീരതാപം കുറയ്ക്കാനും തണുപ്പ് നിൽക്കാനും ഏറ്റവും ഗുണകരമായ സാധനമാണ് രാമച്ചം. ഇത് ഇന്നൊന്നിലും തന്നെയുള്ള നമ്മുടെ പുരാതന കാലം മുതലേ നമ്മൾ രാമച്ചം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നതാണ്. ഇന്ന് RCM അത് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിൾ ആയി ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് തന്നേക്കാണ്. ഇതിന്റെ ഗുണം, ഇത് കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദാഹം നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ശരീരത്തിലെ ജലാംശം കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആയി പോകാതിരിക്കാനായിട്ട് രാമച്ചത്തിന്റെ ഒരു പ്രത്യേക കഴിവുണ്ട്. അപ്പം ഈ ഒരു കുസറപ്പ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതേ ഫീൽ കിട്ടും. ജസ്റ്റ് നമ്മളൊന്ന് കഴിച്ചു നോക്കുമ്പോൾ, നല്ല ചൂടത്ത് നമ്മൾ കുസറപ്പ് ഒരു തണുത്ത വെള്ളത്തിൽ ഒഴിച്ച് ഒരല്പം എടുത്ത് കുടിച്ചു നോക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശരീരം തണുക്കുന്ന ഫീലിംഗ് നമുക്കുണ്ടാവും. കാരണം തണുപ്പ് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ തണുപ്പെത്തിക്കും. അപ്പം ഇത് മാത്രമല്ല ഇതിന്റെ ഗുണം, തണുപ്പിക്കുന്നത് മാത്രമല്ല, ഇതിലെ കണ്ടന്റുകൾ ശരിക്കും പറഞ്ഞാൽ അയൺ, മാഗ്നീസ്, വൈറ്റമിൻസ് ധാരാളം ഉള്ളതായത് തന്നെ ഇത് ശരിക്കും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുന്നുണ്ട്. ചെറിയ ചെറിയ പ്രോഡക്റ്റ് ആണ്, പക്ഷെ ഓരോ പ്രോഡക്റ്റും നമ്മളെ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റുകളാണ് RCMിലോട്ട് തരുന്നത്. ഇപ്പൊ രേഖാ മാഡം ഓരോ പ്രോഡക്റ്റും നോക്കുമ്പോൾ അതിനകത്ത് നമ്മൾ അറിയാതെ എന്തൊക്കെയോ തിരികെ കയറ്റിയേക്കാണ് RCM. നമ്മൾ അറിയാതെ നമുക്ക് നല്ലത് മാത്രം തരുന്ന ഒരു പ്രസ്ഥാനം. ഓരോ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് നല്ല കാര്യങ്ങൾ എത്തിക്കുന്നു. കണ്ണിന്റെ ആരോഗ്യത്തിന് സിങ്ക് നല്ലതാണ്. ഇത് ധാരാളം കുസിലുണ്ട്, നമ്മുടെ രാമച്ചത്തിലുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നു. ഇതാണ് RCMന്റെ ഓരോ പ്രോഡക്റ്റിന്റെയും പ്രത്യേകത. വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ശരീരത്തിന് ഉള്ളിലെ തണുപ്പിക്കാനും പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.
ഒരു 10 അല്ലെങ്കിൽ 20 ml 100 ml വെള്ളത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ സർബത്ത് റെഡി. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. അത് മാത്രമല്ല, ഇത് പല രീതിയിൽ നമുക്ക് വേണം മാറ്റിയെടുക്കാം. ഇതിനെ നമുക്കൊരു മിൽക്ക് ഷേക്ക് ആക്കി മാറ്റാം. പാലിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെ മിൽക്ക് ഷേക്ക് ആക്കാം, ലസ്സി ആക്കാം, തൈരിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ലസ്സി ആക്കാം, ഐസ്ക്രീമിന്റെ കൂടെ ചേർക്കാം, ഫലൂഡയുടെ കൂടെ ചേർക്കാം, മോക്ടെയിൽ ആക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി മാറ്റിയെടുക്കാം. പക്ഷെ ഇത് ഓരോന്നും ചെല്ലുമ്പോൾ, നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോഴത്തേക്കിനും വെറും കളർ മാത്രം ചെന്ന് കിട്ടുന്ന പല ഡ്രിങ്കുകളും നമ്മുടെ പുറമെ അവൈലബിൾ ആണ്, അല്ലെ? നമ്മുടെ പൊതുമാർക്കിൽ പല കളറുള്ള ഡ്രിങ്ക് അവൈലബിൾ ആണ്. അതിലൊന്നിലും നമ്മൾ ഇന്നുവരെ ഉണ്ടെന്നത് നോക്കിയിട്ടില്ല, കുസില്ലതാണ്. പക്ഷെ അവിടെയാണ് നമുക്ക് കാണാനും രസമാണ്, പക്ഷെ കഴിക്കുമ്പോഴും രസമാണ്, കഴിക്കുമ്പോൾ ഗുണവുമാണ്. ഇത് ധാരാളം ചേർക്കാതിരിക്കുക, കാരണം നമ്മുടെ മധുരം ആവശ്യത്തിന് മാത്രം. ഇത് പലപ്പോഴും ആൾക്കാർ ചേർക്കുമ്പോൾ മധുരം കൂടുതൽ എന്ന് പറയുന്നത് അതിന്റെ അളവ് കൂടിപ്പോയിട്ടാണ്. അളവ് പറഞ്ഞിരിക്കുന്ന പോലെ ചേർക്കുമ്പോഴത്തേക്കും അത് ലെവലാവും. മധുരം കൂടിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഈ ഒരു ടേസ്റ്റ് കൂടുമായിരിക്കാം, പക്ഷെ അതിന്റെ റിസൾട്ട് ചിലപ്പോൾ കുറയും. മധുരം കുറയുമ്പോൾ മധുരം കുറച്ച് രീതിയിൽ, അതിന്റെ അളവ് കുറച്ച് പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ നമ്മൾ കുടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഈ ഗുണങ്ങൾ നമുക്ക് അതിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുക. അപ്പൊ നമുക്ക് ഓർത്ത് നോക്കാം, ഇനി വെള്ളം കുടിക്കാൻ തോന്നുമ്പോൾ നമുക്കൊരു പച്ച വെള്ളം കുടിച്ചാൽ നമുക്ക് ഇത്രയും ഗുണം കിട്ടും. ഈ പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ തെറിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല പ്രോഡക്റ്റ്. ഇനി ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല, ഈ കളർ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെക്കുക, നമുക്ക് അടുത്ത കളറിൽ വേറൊരു സാധനം. ഇതെന്താ? പനിനീരിന്റെ ഒരു സിറപ്പ്, റോസ് സർബത്ത്. റോസ് സർബത്ത് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റോസ് സർബത്ത് എന്താണ് എന്ന് നോക്കാം. നമുക്കൊരു റോസ് സിറപ്പ് ഉണ്ട്, അല്ലെ? റോസ് സിറപ്പാണ് ഇത്. റോസ് സിറപ്പ് മാത്രമല്ല ഇതിലുള്ളത്. നമ്മൾ കാണുമ്പോൾ റോസ് കളറും റോസ് സിറപ്പും മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കുമ്പോൾ ഇതിനുള്ളിലുള്ളത് ശരിക്കും പറഞ്ഞാൽ സിന്നമൺ, കാർഡമം ആൻഡ് മിന്റ്. ഇതിനെ ഞാൻ ഫ്രഷ് എന്ന് മാത്രമല്ല, ഫ്രഷ് ആൻഡ് ഷൈൻ എന്നും കൂടി ഇട്ടിട്ടുണ്ട്. കാരണം ശരീരത്തിനെ ഫ്രഷ് ആക്കുകയും തണുപ്പിക്കുകയും കൂടാതെ നമ്മുടെ സ്കിന്നിന്റെ കളറിനെ മാറ്റാൻ, ബ്ലഡിന്റെ സർക്കുലേഷനെ കൂട്ടാൻ, ബ്ലഡിന്റെ ക്വാളിറ്റിയെ കൂട്ടാനായിട്ട് റോസിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് കാർഡമം ഉണ്ട്, നമ്മുടെ ഏലക്കയുണ്ട്, പിന്നെ നമ്മുടെ കറുവാപ്പട്ടയുണ്ട്, നമ്മുടെ മിന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നമ്മുടെ ഒരു വെള്ളം കുടിക്കുമ്പോഴത്തേക്കിന് എത്തിപ്പെടുന്നു. അടുത്തത്, ഇതെങ്ങനെ നമ്മളെ മാറ്റിമറിക്കുന്നു നോക്കാം. ശരീരത്തിന് തണുപ്പ് കൊടുക്കും. നമ്മൾ സിറപ്പ് മുമ്പേ കണ്ടു, അതുപോലെ തന്നെ ശരീരത്തിന് തണുപ്പ് നൽകാനായിട്ട് റോസിനും ഒരു പ്രത്യേക കഴിവുണ്ട്. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ശരീരത്തിനുള്ളിലെ പ്രോഡക്റ്റ് തണുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള, ശരീരത്തിലെ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് രണ്ട് ഡ്രിങ്കുകളും. അപ്പം ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ? ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഏലക്കയുണ്ട്, കറുവാപ്പട്ടയുണ്ട്. ഇത് രണ്ടും ദഹന പ്രക്രിയ. കാരണം നമുക്ക് വയറ് വീർക്കുക, ഇങ്ങനെയുള്ള അസിഡിറ്റി പ്രശ്നങ്ങൾ, ഗ്യാസ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും റോസബത്ത് ഒരു അല്പം എടുത്ത് കഴിച്ചു നോക്കൂ, ആ വ്യത്യാസം നമുക്ക് അപ്പൊ തന്നെ അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയ ഗുണം റോസബത്തിന്റെ സുഗന്ധമാണ്. റോസിന്റെ സുഗന്ധം ഇന്നും ഇന്നലെയും ആരും ഉപയോഗിക്കുന്നത്, വളരെ കാലങ്ങൾക്ക് മുമ്പേ റോസ് നമ്മൾ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. റോസിന്റെ സുഗന്ധം എടുക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് ഏറ്റവും കുറയും. നമുക്ക് അറിയാം, നമ്മളൊക്കെ നല്ലൊരു ടെൻഷൻ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു റോസപ്പ് മണത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ശാന്തത കിട്ടും, മനസ്സിനൊരു ശാന്തത കിട്ടും. ഇതേ ഗുണം തന്നെ റോസർബത്തിന്റെ മണം നമുക്ക് കിട്ടുമ്പോഴത്തേക്കിനും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോ നോക്കൂ, റോസർബത്തിന്റെ ഇത്രയും ഗുണങ്ങൾ. ഇതുകൊണ്ട് നമുക്ക് എത്ര സിമ്പിൾ ആയിട്ട്, മുമ്പേ പറഞ്ഞ പോലെ കുസിറപ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളത്തിൽ ജസ്റ്റ് ചാലിക്കാം. അല്ലെങ്കിൽ നമുക്ക് നാരങ്ങാ വെള്ളത്തിന്റെ കൂടെ ഒരല്പം റോസർബത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഒരു റോസർബത്ത് റെഡിയായി. ഇനി അത് മാത്രമല്ല, പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് നമ്മൾ ഇന്ത്യൻ കോഫീസിലും ഒക്കെ പോകുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ട്, റോസ് മിൽക്ക് എന്ന് പറയും. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമാണ്. ആ ഒരു കളർ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഡ്രിങ്ക്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, പാലും നമ്മുടെ റോസബത്തും ഉണ്ടെങ്കിൽ. അപ്പൊ പല രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം, ഫലൂഡ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എന്തും. പുറത്തെ കടകളിൽ പോയാൽ അവരെന്ത് ചേർക്കുന്ന അറിഞ്ഞുകൂടാ, അവരെങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർക്കുന്ന അറിഞ്ഞുകൂടാ. ഇവിടെയൊക്കെ നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത കുട്ടികൾ കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെയുള്ള സാധനങ്ങൾ, അല്ലെ, പൊതുമാർക്കറ്റിലെ കടകളിൽ കിട്ടുന്ന അതേപോലുള്ള സാധനങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റോസർബത്ത്. ഈ രണ്ട് പ്രോഡക്റ്റിനും മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ശരീരം കൂളിംഗ് ആകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പുറം രാജ്യത്തുനിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു ഇതാണ്, തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തോട്ട് വരുന്ന ഒരാള് കുറച്ചു ദിവസം വീട്ടില് ആ ഒരു കാലാവസ്ഥ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇരിക്കണമെന്ന്. അല്ലാതെ അവർ പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ശരീരത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആപത്തിലുള്ള വ്യത്യാസം കാരണം ചിലപ്പോൾ അവർക്ക് കുഴഞ്ഞു വീണ് മരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും നമുക്ക് നമ്മുടെ ശരീരത്തിനുള്ളിലെ താപനിലയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് പ്രോഡക്റ്റും സൂപ്പറാണ്. നമ്മളിത് ജനങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നോക്കൂ, എത്ര സുന്ദരമായ പ്രോഡക്റ്റുകളാണ്. ഇനി നമുക്ക് റോസർബത്ത് കഴിഞ്ഞു, ഇനി അടുത്തൊരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ഈ ഒരു സാധനം കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നും. ഇത് രണ്ട് കാര്യങ്ങൾ അതിനകത്തുള്ള. ഇത് റോസ് വാട്ടറും വാട്ടർമെലനും തമ്മിലുള്ള വലിയൊരു സ്നേഹത്തിന്റെ കഥയാണ്.
ആ കഥയൊന്നും ഇപ്പൊ പറയുന്നില്ല. പക്ഷെ ഇത് തമ്മിൽ ചേർന്നപ്പോഴത്തേക്കിനും ഉണ്ടായ ഒരു ഡ്രിങ്ക് ആണ് മുഹബത്ത് കാ സർബത്ത് എന്നറിയപ്പെടുന്ന റോസ് വാട്ടർ മെലൺ ഡ്രിങ്ക്. ഇത് നമ്മൾ പലയിടത്ത് കണ്ടിട്ടുണ്ടാകും. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ ഇനി യാതൊരിടത്തും പോകണ്ട, ഒരാളുടെ സഹായം തേടണ്ട. നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഒരല്പം പാലെടുക്കുക, ഒരല്പം വെള്ളം എടുക്കുക, നമ്മുടെ റോസ് സർബത്ത് ഒരല്പം എടുക്കുക, കുറച്ച് തണ്ണിമത്തൻ എടുക്കുക, തണ്ണിമത്തൻ കട്ട് ചെയ്തിടുക, നമ്മുടെ മുഹബത്ത് കാ സർബത്ത് റെഡി. നമ്മുടെ സ്വന്തം വീട്ടില് നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. കാരണം ഇതൊക്കെ നമുക്ക് എവിടെ കിട്ടും? RCM അല്ലാതെ മറ്റൊരിടത്തും നമുക്കിത് കിട്ടില്ല. അങ്ങനെ നമുക്കിതാ കൂളായി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഫ്രൂട്ട് കഴിക്കാം അല്ലെ? നമ്മൾ എന്താണല്ലോ ഇന്റർവെല്ലിൽ ഇറങ്ങിയേക്കാം, വെള്ളം കുടിച്ചു, ഇനി നമുക്കൊരു മാങ്ങാപ്പഴം കഴിക്കുന്ന ഫീല് വേണം. അപ്പൊ മാങ്ങാപ്പഴം നമുക്ക് കിട്ടണമെങ്കിൽ മാങ്ങ പൂണ് ഇതൊക്കെ അല്ലെ? ഇതൊന്നും ഇല്ലാതെ നമുക്കിതാ മാങ്ങാപ്പഴം കഴിക്കാനായിട്ടൊരു അവസരം വന്നേക്കെയാണ് മാംഗോ സ്ക്വാഷ്. ഇത് മാംഗോ സിറപ്പ് അല്ല, ഇത് മാംഗോ സ്ക്വാഷാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താണ് മാംഗോ സ്ക്വാഷിന്റെ പ്രത്യേകത? RCM ഒരു മാംഗോ സ്ക്വാഷിന്റെ എന്താണ് പ്രത്യേകത? വിത്ത് നാച്ചുറൽ അൽഫോൺസ മാംഗോ പൾപ്പ് എന്ന് പറയുന്നത് അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മാംഗോ സ്ക്വാഷിലും സാധാരണഗതിയിൽ ഇത്രയും നാച്ചുറൽ മാംഗോ പൾപ്പ് കാണാറില്ല. അതുകൊണ്ട് തന്നെ 365 ദിവസവും മാർക്കറ്റിലുള്ള വേറെ ഏത് കമ്പനിയുടെയും മാംഗോ സ്ക്വാഷ് അവൈലബിൾ ആണ്. മാങ്ങ ഉണ്ടോ മാംഗോ ഇല്ലയോ ഒന്നും പ്രശ്നമല്ല, മാംഗോ സ്ക്വാഷ് അവൈലബിൾ ആണ്. RCM മാംഗോ സ്ക്വാഷിന്റെ ഒരു വലിയ പ്രത്യേകത, ചിലപ്പോൾ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം, പക്ഷേ എന്തുകൊണ്ടാണ് അതൊന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. മാംഗോ ഉള്ള സീസണിൽ മാത്രമേ നമുക്ക് ഈ മാംഗോ സ്ക്വാഷ് കിട്ടാറുള്ളൂ. പല വർഷങ്ങളായിട്ട് നമ്മൾ RCM ഉള്ളവർക്കറിയാം, മാംഗോ ഇല്ലാത്തൊരു സീസണിൽ ശരിക്കും പറഞ്ഞാൽ മാംഗോ സ്ക്വാഷ് നമുക്ക് കിട്ടാറില്ല. ഇങ്ങനെ ഒരു കമ്പനിയെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും. കാരണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നാ, ശരിക്കും പറഞ്ഞാല് ഇത് ഒറിജിനൽ മാംഗോ സ്ക്വാഷ് ആണ്. ഒറിജിനൽ മാംഗോ സ്ക്വാഷ്. അപ്പൊ അൽഫോൺസ മാംഗോ സ്ക്വാഷിലൂടെ നമുക്ക് എന്താണ് ഗുണം? മാംഗോ സ്ക്വാഷിന്റെ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ മാങ്ങാട് ഗുണങ്ങൾ തന്നെയാണ് നമ്മുടെ മാംഗോ സ്ക്വാഷിലുള്ള ഗുണങ്ങൾ. കാരണം വൈറ്റമിന്റെ കലവറയാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോ. കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് മാംഗോ അറിയപ്പെടുന്നത് അല്ലെ? മാംഗോ അറിയപ്പെടുന്നത്. മാംഗോയില് കിങ് ഓഫ് ഫ്രൂട്ടില് അത് കിങ് ആണ് അൽഫോൺസ മാംഗോ. ഏറ്റവും ഗുണമുള്ളത്, ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡൻസും, ഏറ്റവും കൂടുതൽ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എല്ലാം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അതേ ഫ്രൂട്ടിന്റെ നാച്ചുറൽ പൾപ്പ് അടങ്ങിയ ഒരു സ്ക്വാഷ് കഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ആ മാംഗോ കഴിക്കുന്ന അതേ ഗുണം തന്നെ നമുക്ക് കിട്ടും. ആലോചിച്ച് നോക്കൂ, ഇത് അതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റും അതിലടങ്ങിയിരിക്കുന്ന ഷുഗർ കണ്ടന്റും ഇത് നമ്മൾ ഊർജ്ജം സഹായിക്കുന്നു. നമ്മളൊരു ക്ഷീണമുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്നാ ഗുണം കിട്ടുന്നത്? പെട്ടെന്ന് നമ്മുടെ എനർജി ലെവൽ മാറ്റപ്പെടും, എനർജി ലെവൽ ഹൈ ആവും. അടുത്തതാണ് ആന്റി ഓക്സിഡൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം ബീറ്റാ കരോട്ടിൻ. എല്ലാവരും പണ്ട് കൊച്ചിലെ പോലെ കേട്ടുള്ള ബീറ്റാ കരോട്ടിൻ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എവിടെ കിട്ടും? നമ്മള് മാങ്ങ കഴിച്ചാൽ കിട്ടും. അതും അൽഫോൺസ മാംഗോയിലാണ് ഏറ്റവും കൂടുതൽ ബീറ്റാ കരോട്ടിൻ ഉള്ളത്. ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഇനി RCM വന്നാൽ മതി. RCM ഷോപ്പിൽ ഇപ്പോൾ മാംഗോ സ്ക്വാഷ് അവൈലബിൾ ആണ്. നമുക്ക് മേടിക്കാം, കഴിക്കാം, വീട്ടിലിരുന്ന് സുഖമായിട്ട്. മാംഗോ സ്ക്വാഷ് അല്ല നമ്മൾ കുടിക്കുന്നതൊന്നും, മാംഗോ ജ്യൂസ് ആണ് കുടിക്കുന്നത് എന്നുള്ള ഫീലിംഗ് തന്നെ വരും. ശരിക്കും മാംഗോ ജ്യൂസ് ആണ് നമ്മൾ ഒരാൾക്ക് പറയാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാംഗോ ജ്യൂസ് ആണെന്ന് പറഞ്ഞ് തന്നെ കുടിക്കാം അല്ലെ? റിയൽ മാംഗോ എങ്ങനെയാണോ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് അതേ ടേസ്റ്റും അതേ ഗുണവും ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടില്ല. ഇതിനെ കമ്പയർ ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അൺകമ്പയറബിൾ ആണ് RCM പ്രോഡക്റ്റ്. മാർക്കറ്റിലെ പ്രോഡക്റ്റായിട്ട് കമ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഏത് പ്രോഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യും? കമ്പയർ ചെയ്യാൻ ഒരു പ്രോഡക്റ്റ് ഇല്ല. അപ്പോ എത്രയോ നന്മയുള്ള പ്രോഡക്റ്റുകളാണ്. പിന്നെ പൊട്ടാഷ്യവും മാഗ്നീഷ്യവും ഒക്കെ നമ്മുടെ മാങ്ങയിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പൊ നമ്മുടെ ഡ്രിങ്കുകളിലൂടെ തന്നെ നമുക്ക് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ ഒരു സിസ്റ്റം. ഇവിടെ ഇതുണ്ടാക്കാനും വളരെ സിമ്പിൾ ആണ്. ഇവിടെയും അളവുള്ളത് 10 ml 100 ml വാട്ടറാണ്. നമ്മൾ കൂടുതൽ ചേർക്കുമ്പോൾ ഉള്ള പ്രശ്നം, ഇതിൽ മധുരത്തിന്റെ അളവ് കൂടുമ്പോൾ നമ്മൾ ഇതിന്റെ റിസൾട്ട് ഓപ്പോസിറ്റ് ആവും. അപ്പൊ നമ്മൾ അളവ് കറക്റ്റ് ഉപയോഗിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള രീതിയിൽ അതിന്റെ ഗുണവും കിട്ടുന്നു. അപ്പൊ അത് എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം അളവ് കറക്റ്റ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം അറിയാം. നമ്മുടെ ദാഹം ശമിക്കും, നമ്മുടെ എനർജി ലെവൽ കൂടും. അപ്പം ഇതുകൊണ്ട് നമുക്ക് ലസ്സി ഉണ്ടാക്കാം. മാംഗോ ലസ്സി പലയിടത്തും നമ്മൾ മേടിക്കാറുണ്ട്, വലിയ വില കൊടുത്ത് മേടിക്കാറുണ്ട്. പിന്നെ ഒരു ബോട്ടിൽ മാംഗോ സ്ക്വാഷ് കൊണ്ട് നമുക്ക് എത്ര ഗ്ലാസ്, 10, 30, 35ഓളം ഗ്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു അളവിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ഗ്ലാസ്സിന് ശരിക്കും പറഞ്ഞാൽ എന്നാ ചില സാധാരണ ഒരു ജ്യൂസ് കുടിക്കണമെങ്കിൽ ഇന്ന് 40, 60, 70, 80 കടയുടെ വലുപ്പം അനുസരിച്ചിട്ട് അതിന്റെ വില കൂടുമ്പോൾ നമുക്ക് 10 രൂപ പോലും മുടക്കില്ലാതെ ഒരു മാംഗോ ജ്യൂസ് സുഖമായിട്ട് വീട്ടിലിരുന്ന് ആരുടെയും ചോദിക്കാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത്ര മനോഹരമായ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഡ്രിങ്കുകൾ മതി.
ഒത്തിരി കഴിച്ചാൽ അത് വൃത അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ 3 ഡ്രിങ്കിൽ ഒതുക്കുന്നു. ഇനി ഒരു അല്പം എനർജി ആക്കാം, കാരണം ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അല്പം എനർജി വേണം. അതിനെന്താ വേണ്ടേ? നമ്മക്കൊണ്ട് എനർജി വിറ്റ പ്ലസ്. ഇതെന്താണ്? ഇത് മാൾട്ട് ബേസ്ഡ് ഫുഡാണ്. മാൾട്ട് ബേസ്ഡ് ഫുഡാണ്. മാൾട്ട് ബേസ്ഡ് ഫുഡ് എന്താണ്? എവിടെ നിന്നാണ് മാൾട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് മാൾട്ട് ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബാർലിയിൽ നിന്നാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം മാൾട്ട് ബേസ്ഡ് ഫുഡ് അവൈലബിൾ ആയിരുന്നു. മാൾട്ട് ബേസ്ഡ് ഡ്രിങ്കുകൾ വളരെ വർഷങ്ങൾ അവൈലബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പൊ കിട്ടുന്ന പല കാര്യങ്ങളും മൈദയായി മാറി. മാൾട്ട് മാറി എന്തായി മാറി? MSI ആണ്. പക്ഷെ അവന്റെ ബാലൻസ് മാറിപ്പോയി, മൈദയായി മാറി. ഇവിടെ ഇന്നും മാറ്റമില്ലാതെ സെറൽ എക്സ്ട്രാക്ട്, ബാർലിയിൽ നിന്നും വീറ്റ് ഫ്ലവറിൽ നിന്നും എടുക്കുന്ന സെറൽ എക്സ്ട്രാക്റ്റും മിൽക്കും കൊക്കോയും മിനറൽസും വൈറ്റമിൻസും സോയ പ്രോട്ടീനും. ഇത് എത്ര വർഷം മുമ്പുള്ള പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു ന്യൂട്രിചാർജ് ഒക്കെ വരുന്നതിന് മുമ്പ് കാർസിയം എന്ന പ്രസ്ഥാനം നമുക്ക് വേണ്ടി, നമ്മുടെ ഈ ഇന്ത്യക്കാർക്ക് വേണ്ടി തന്നൊരു മഹാ പ്രോഡക്റ്റ് എന്ന് തന്നെ പറയാം. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയാം. കാർസിയമിൽ എല്ലാവരും കുട്ടികളാണ്, കുട്ടികൾക്ക് മാത്രമല്ല, ഇത് വലിയവർക്കും ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആണ്. ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ നോക്കണം. കാരണം ബാർലി മാൾട്ടിന്റെ ഗുണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് മികച്ച പോഷകങ്ങളും അടങ്ങിയതാണ് ബാർലി. വലിയവർക്ക് യൂസ് ചെയ്യാം വളരെ. കാരണം മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബാർലി വെള്ളം നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ബാർലിക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, കോപ്പർ അടങ്ങിയിട്ടുണ്ട്. അത് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അത് മാത്രമല്ല, കുട്ടികളുടെ വളർച്ച. നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ കിഡ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് ഈ പ്രോഡക്റ്റ് RCM നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. ഇതിലെ കണ്ടന്റ് എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന് അറിയണം അല്ലെ. കിഡ്സിനുള്ള പോലെ തന്നെ കണ്ടന്റുകൾ നമ്മുടെ ന്യൂട്രിചാർജിലുള്ള പോലെ തന്നെ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മുടെ എനർജി വിറ്റയിലുണ്ട്. എനർജി വിറ്റ കഴിക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആ എനർജി കുട്ടിയിൽ ഫീൽ ആവും. എനർജി വിറ്റ കൊടുക്കുന്നതിന്റെ കുട്ടിയിൽ നല്ല എനർജി നമുക്ക് ഫീൽ ആവും. ഒരു വീട്ടിൽ ദിവസം മുഴുവൻ ആ കുട്ടി സജീവമായിരിക്കും, ഉറക്കം തൂങ്ങി നിൽക്കില്ല അല്ലെ. എനർജി വിറ്റ് കഴിക്കുന്ന ഒരു കുട്ടി സ്ഥിരമായിട്ട് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് കാണിക്കും. ജിൻജാ സാർ മുഹമ്മദ് സർബത്തിന്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട്, പിന്നെ പറഞ്ഞുതരാം. അപ്പം അടുത്തത് നമ്മുടെ കാൽസ്യം ഉണ്ട് ഇതിനകത്ത്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ശരിക്കും പറഞ്ഞാൽ കാൽസ്യം അത്യാവശ്യമാണ്. നമ്മുടെ ഡെയിലി ഫുഡിൽ നിന്ന് കിട്ടുന്നില്ല. പക്ഷെ ഈ ഒരു ചോക്ലേറ്റ് ഡ്രിങ്ക് നല്ല ഷേക്ക് ആയിട്ടോ നല്ല പാല് കിട്ടുവാണെങ്കിൽ തേങ്ങാപ്പാലിൽ കലക്കി അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി നമ്മുടെ എനർജി വെക്കാൻ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫുഡ് നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നോ അതിന്റെ 10 അല്ലെങ്കിൽ 100 മടങ്ങ് ഇരട്ടി RCM ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് RCMന്റെ ഓരോ പ്രോഡക്റ്റും പഠിക്കും പറയാം. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. പക്ഷെ അതിന്റെ 100 മടങ്ങാണ് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടി തരുമ്പോൾ ശ്രദ്ധിക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതിന് ഒരു വളരെ ലിമിറ്റേഷൻ. നമ്മൾ ശ്രദ്ധിക്കുന്ന പരസ്യങ്ങളും അതിന്റെ ലേബലിന്റെ ഭംഗിയും മാത്രമാണ്. പക്ഷെ RCM ശ്രദ്ധിക്കുന്നത് ഇതൊന്നുമല്ല. ഈ ഒരു പ്രോഡക്റ്റ് തന്നെ നോക്കൂ. ഇതിലുണ്ട് വിറ്റമിൻ B6, B5, B1, B2, B3, B കോംപ്ലക്സ് കംപ്ലീറ്റ്. ഇത് ഹെൽത്തി ബോഡിക്കും ബ്രെയിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. തലച്ചോറിന്റെ വികാസത്തിന് കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊണ്ട ഒരു ആരോഗ്യപാനീയമാണ്. നാഡീവ്യൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇതിലെന്താ ഉള്ളത്? വൈറ്റമിൻ B12 ആൻഡ് ബയോട്ടിൻ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നമ്മുടെയൊക്കെ നാട്ടില്, നമ്മുടെയൊക്കെ അടുത്തും നമ്മൾ അറിയാവുന്നവരിലുമൊക്കെ കുട്ടികളിൽ ഇന്ന് നെർവ് സംബന്ധമായ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. നമുക്ക് വിശ്വസിക്കാൻ മേലാത്ത രീതിയിൽ പലപ്പോഴും 8, 9, 10 പഠിക്കുന്ന കുട്ടികൾ നെർവ് സംബന്ധമായ പ്രശ്നം കാരണം ഇന്ന അടുത്ത് അഡ്മിറ്റ് ആയി, ഇന്ന പ്രശ്നമായി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ RCM തരുന്നത്? കുട്ടികൾക്ക് മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ല, അവർക്ക് ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് എനർജി ഇറ്റ പ്ലസ് വളരെ ടേസ്റ്റിയാണ്. പക്ഷെ അത് കഴിക്കുന്നതിന്റെ കൂടെ അവരറിയാതെ അവരുടെ ശരീരത്തിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇത്രയും കണ്ടന്റ് ചേരുകയാണ്. അതായത് ഓവറോൾ ഡെവലപ്മെന്റ്, സമ്പൂർണ്ണ വികാസം എന്നാണ് എഴുതിയിരിക്കുന്നത്. സമ്പൂർണ്ണ വികാസം, സമഗ്രമായ വളർച്ചയ്ക്ക്, കുട്ടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടുന്ന ഒരേ ഒരു ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയാം. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന മൈദ മേടിച്ച് നമ്മളെ പറ്റിക്കുന്ന ധാരാളം മൾട്ടിനാഷണൽ കമ്പനികൾ ഉണ്ടാകാം. ഒരു കമ്പനിയുടെയും പേരെടുത്ത് നമ്മൾ പറയുന്നില്ല. പക്ഷെ നമ്മളൊന്ന് വിചാരിക്കും, നമ്മൾ അറിഞ്ഞു ഇത് നല്ലതെന്ന്. നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളത് ഉപയോഗിക്കണം, നമ്മളത് ഉപയോഗിപ്പിക്കണം. അതാണ് RCMന്റെ ഒരു നന്മ. കാരണം RCMന്റെ പ്രോഡക്റ്റ് പഠിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് RCM ഒരു നന്മയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നമുക്ക് നല്ല പാലുണ്ടെങ്കിൽ മാത്രം പാല്, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൽ എടുക്കാം. തേങ്ങാപ്പാലിൽ 1, 2, 3 സ്കൂപ്പ് ടേസ്റ്റ്
ഇഷ്ടം പോലെ നമുക്ക് ആ കുട്ടിക്ക് കഴിക്കത്തക്ക രീതിയിലുള്ള ടേസ്റ്റ് ഉണ്ടാക്കി നല്ല രീതിയിൽ അതൊന്ന് ബ്ലെൻഡ് ചെയ്യുക, നല്ല രീതിയിൽ ഒന്ന് ഇളക്കി നല്ല ടേസ്റ്റി ആക്കി നല്ലൊരു ഷേക്ക് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി നല്ല ചോക്ലേറ്റ് മിൽക്ക് എന്ന് പറഞ്ഞ് കഴിക്കും അല്ലെ. ചോക്ലേറ്റ് ഷേക്ക് എന്ന് പറഞ്ഞ് കഴിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ കണ്ടന്റ് എല്ലാം ഈ വൈറ്റമിൻസും മിനറൽസും എല്ലാം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ചെല്ലും. ആ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ സുന്ദരം. ഇതിന് അഡീഷണൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഷുഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അത് അതിന്റെ ആവശ്യമില്ല. ശരിക്കും ആവശ്യത്തിന് മധുരം അതിനകത്തുണ്ട്, ആ മധുരത്തിന് മാത്രം കൊടുക്കുക, അഡീഷണൽ ഷുഗർ ചേർക്കാതെ. അപ്പൊ അതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേ. ഇനി നമ്മൾ ഈ കണ്ട കുഞ്ഞൻ പ്രോഡക്റ്റുകൾ എന്ന് വേണം അല്ലെ, ഡ്രിങ്കാണ്, നമ്മുടെ ഇന്റർവെൽ നേരത്തെ കണ്ട പ്രോഡക്റ്റ് ആണ്, പഠിക്കുന്ന കണ്ടതല്ല അല്ലെ. പുറത്തു പോയപ്പോ ചിലപ്പോൾ നമ്മുടെ ആർസിഎമ്മിന്റെ പ്രോഡക്റ്റ് അല്ലെ, നമ്മൾ ഈ ക്ലാസ്സിൽ ശരിക്കും ഇന്റർവെൽ ആയിട്ട് എടുത്ത്. പക്ഷെ ഈ പ്രോഡക്റ്റുകളുടെ വിലയൊന്ന് നമുക്ക് നോക്കിയിട്ട് മുന്നോട്ട് പോകാം. നമ്മുടെ ആദ്യം കണ്ട 2 പ്രോഡക്റ്റ് നമുക്ക് ഫ്രഷ് ആകാനും തണുപ്പിക്കാനും, നമ്മൾ തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ 2 പ്രോഡക്റ്റ് കണ്ടു. ഒന്ന് നമ്മുടെ കുസർബത്ത് കണ്ടു, ഒന്ന് നമ്മുടെ റോസബത്ത് കണ്ടു. MRP 161, രണ്ടിനും ഒരേ വിലയാണ്. നമ്മളെ ഡിസ്കൗണ്ട് കാർഡ് ഉള്ളവർക്കോ 129 രൂപയ്ക്ക് കിട്ടും, ഹെവി ഡിസ്കൗണ്ടാ. PV 73 PV, 60% മേൽ PV കിട്ടും. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? വിറ്റാലും കാശ്, മേടിച്ചാലും കാശ്. ഞാൻ പറഞ്ഞു, നമ്മൾ 2-3 ക്ലാസ്സുകളായിട്ട് ആദ്യം എന്താ പറഞ്ഞ, കഴിച്ചു, പിന്നെ കുളിച്ചു, പിന്നെ നനച്ചു, പിന്നെ കുറച്ചു, ഇതേ ഇപ്പൊ കുടിക്കുന്നു. എന്ത് ചെയ്താലും വരുമാനവും ആരോഗ്യവും കിട്ടുന്ന ലോകത്തിലെ ഒരേ ഒരു സിസ്റ്റം, ഒരേ ഒരു സംവിധാനം ഇവിടെ മാംഗോ സ്ക്വാഷ്. ഒരു മാങ്ങ മേടിക്കണമെങ്കിൽ നമുക്ക് എത്ര കൊടുക്കണം? എത്ര കിലോ മാങ്ങ ഉണ്ടെങ്കിലാണ് നമുക്ക് ഇത്രയും സ്ക്വാഷ് ഉണ്ടാക്കാൻ പറ്റുക? ഇവിടെ നമുക്ക് വളരെ ന്യായമായ റേറ്റിൽ 187 രൂപയ്ക്ക് 700 ml നമുക്ക് കിട്ടുന്നുണ്ട്. DP വെറും 162. എനിക്ക് തോന്നി ഇപ്പൊ കിട്ടുന്നത് 152-നാണ്. സൈറ്റിൽ കിടക്കുന്ന റേറ്റ് അനുസരിച്ച് റേറ്റ് കൂടുമെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും വളരെ 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 ന്യായമായ പ്രൈസ്. മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റിനെ പോലും നമുക്ക് ഇത് കമ്പയർ ചെയ്യാൻ കിട്ടുന്നില്ല. വളരെ മനോഹരമായിട്ട് എനർജി വിറ്റയുടെ വില നോക്കൂ, 500 ഗ്രാം തികച്ചുണ്ട്, അതിന്റെ വില വെറും 267 രൂപ. ഇന്ന് 200 ഗ്രാമുള്ള എനർജി ഡ്രിങ്കുകൾക്ക് 400, 500, 600, 700 നമുക്ക് കാണാൻ പറ്റും. മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നോക്കാം, വില കമ്പയർ ചെയ്യാം. പക്ഷെ ഇതിന്റെ കണ്ടന്റ് അതിലില്ല, പേരും പരസ്യവും മാത്രമേ ഉള്ളൂ. ഇവിടെ എനർജി വിറ്റ എന്ന പേരിൽ നമുക്ക് നല്ല ശുദ്ധമായ മാൾട്ട് ബേസ്ഡ് കൊക്കോ ഡ്രിങ്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് ഐഡിയ ഉള്ള ഒരാൾക്ക് ഡിസ്കൗണ്ട് ഐഡിയ എടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? വെറും 222 രൂപ കിട്ടും. അതിന്റെ റീഫിൽ പാക്ക് അവൈലബിൾ ആണ്, കുറച്ചും കൂടെ നമുക്ക് വലുതാക്കണമെങ്കിൽ. PV 146, 50% മേൽ PV അവിടെയുണ്ട്. അപ്പം ബിസിനസ് ചെയ്യാനും കഴിക്കാനും പൈസ ഉണ്ടാക്കാനും എല്ലാത്തിനും പറ്റുന്ന 4 പ്രോഡക്റ്റുകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. കഴിക്കുക, കുടിക്കുക, സന്തോഷിക്കുക, റിഫ്രഷ് ആകുക. ന്യൂട്രിചാർജ് റിഫ്രഷ് പറയാൻ ഇന്ന് പറഞ്ഞിട്ടില്ല, സോറി സാർ, പിന്നെ പറയും. അപ്പൊ താങ്ക് യു ഓൾ. എല്ലാവർക്കും വലിയൊരു നന്ദി പറയുന്നു. കൂടെ നമുക്ക് നന്ദി പറയേണ്ട മറ്റൊരാൾ കൂടിയുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നെങ്കിൽ, ഇന്ന് ഇത്രയും ആൾക്കാർ ഇവിടെ കൂടിയിരിപ്പുണ്ടെങ്കിൽ ഇതിന്റെ കാരണക്കാരൻ ഒരാൾ മാത്രമാണ്. TC ചാബ്ര എന്ന് പറയുന്ന ഈ മഹാമനുഷ്യനെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നല്ലൊരു കയ്യടി വീട്ടിൽ നിന്ന് കൈയടിച്ചുകൊണ്ട് സന്തോഷത്തെ താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ഒരു പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം താങ്ക് യു ഓൾ. ഈ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ വേണ്ടി എന്നെ സെലക്ട് ചെയ്തതിന് അർജുൻ സാറിനെ ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു, സ്നേഹത്തോടെ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി. എന്റെ ഓരോ ലീഡർമാർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം ഈ ഓൾ കേരള സുമല് വളരെ കുറച്ചു പേർക്ക് മാത്രം കിട്ടിയൊരു ഭാഗ്യം അത് എനിക്ക് തന്നു, എനിക്ക് കിട്ടി, അത് എന്റെ ഭാഗ്യം. താങ്ക് യു. ഈ ഒരു പ്രസന്റേഷൻ ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ താങ്ക് യു വിജയസൽ മാഡം, താങ്ക് യു.